ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ദിനംപ്രതി ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് മേൽക്കൂര നിർമ്മിക്കണമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. വേനൽക്കാലത്തും മഴയിലും വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ നേരിടുന്നത്. നിരവധി യാത്രക്കാർ ദിവസവും ട്രെയിൻ കയറുന്ന പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് മേൽക്കൂരയില്ലാത്തത് യാത്രക്കാരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്ലാറ്റ്ഫോമിൽ ചെറിയ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ. 15 ട്രെയിനുകൾക്ക് നിലമ്പൂരിലേക്കും ഷൊർണൂരിലേക്കുമായി പട്ടിക്കാട് സ്റ്റോപ്പുണ്ട്. ഓരോ ട്രെയിൻ വന്നു പോകുമ്പോഴും നൂറുകണക്കിന് യാത്രക്കാർ സ്റ്റേഷനിലെത്തുന്നുണ്ട്. വേനൽക്കാലത്തും മഴക്കാലത്തും വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ നേരിടുന്നത്. വേനൽക്കാലത്ത് പ്ലാറ്റ്ഫോമിനോടടുത്തുള്ള മരങ്ങളുടെ തണലിനെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. എന്നാൽ മഴ പെയ്താൽ സ്റ്റേഷനിലെത്തുന്ന മുഴുവൻ യാത്രക്കാർക്കും കയറി നിൽക്കാൻ പറ്റിയ മേൽക്കൂര സ്റ്റേഷനിൽ നിർമ്മിച്ചിട്ടില്ല. നേരത്തെ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഷെൽട്ടർ നിർമ്മാണം നീണ്ടുപോവുകയാണ്. പ്ലാറ്റ്ഫോം നീളം കൂടിയപ്പോൾ സ്റ്റേഷൻ ബിൽഡിംഗ് വിട്ട് ഏറെ ദൂരെയാണ് ട്രെയിൻ നിർത്തുന്നത്. മേൽക്കൂരയില്ലാത്തതിനാൽ യാത്രക്കാർ മഴ നനഞ്ഞ് ട്രെയിനിൽ കയറേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഉൾപ്പെടെ ട്രെയിൻ കയറാനും ഇറങ്ങാനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സ്റ്റേഷനിൽ മേൽക്കൂരയും കൂടുതൽ ഷെഡുകളും നിർമ്മിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പുലർച്ചെ നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന കണ്ണൂർ, എറണാകുളം ഉൾപ്പെടെ നിരവധി ദീർഘദൂര യാത്രയ്ക്ക് ഉപകാരപ്പെടുന്ന മെമ്മോ ട്രെയിനിന് പട്ടിക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. നിരവധി യാത്രക്കാർ നിത്യേന ഇവിടുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, അതുപോലെ അധ്യാപകർ, ഒരുപാട് യാത്രക്കാർ ഇവിടുന്ന് കയറി പോകുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടെ ഈ മേൽക്കൂര ഇല്ലാത്തത് കൊണ്ട്, ഇപ്പൊ പ്രത്യേകിച്ചും ഈ ട്രാക്ക് കുറെ കൊണ്ട് നീട്ടിയത് കൊണ്ട് ട്രെയിൻ കുറേയും കൂടി അങ്ങോട്ടാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്രക്കാർക്ക് മഴ നനഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയാണ്. വേനൽക്കാലത്ത് വെയിൽ കൊള്ളുന്നതിന് മരങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ വർഷക്കാലം വരുമ്പോൾ വളരെ കുറഞ്ഞ സൗകര്യം, ചെറിയ ഒരു ഷെഡ് പോലെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു മേൽക്കൂര സ്ഥാപിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് യാത്രക്കാർ ഇവിടെ വരുന്നുണ്ട്. വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരായിട്ടും. പരിസര പ്രദേശത്ത് 2-3 ഉന്നത സർവകലാശാലകൾ നിലനിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ദൂരയാത്രക്കാരടക്കമുള്ള ട്രെയിൻ യാത്രക്കാരെ ആശ്രയിക്കുന്നത് ഈ സ്റ്റേഷനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മേൽക്കൂര ഇതിനു മുമ്പ് ഇവിടുത്തെ നിരന്തരം ആവശ്യപ്പെട്ട് ഇവിടെ ഏതാണ്ട് അതിൻ്റെ ഫണ്ട് വെക്കുക എന്തൊക്കെ ചെയ്തിട്ടില്ലേ, എന്തോ ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴും അതിനൊരു തീരുമാനം ആയി കണ്ടില്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് വളരെ അത്യാവശ്യമായി ഈ സ്റ്റേഷനിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും വെട്ടത്തൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അധീക് ശാന്തപുരം, പാർട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ ടി അമീൻ, അസ്ലം കല്ലടി, ട്രെയിൻ ടൈം ചീഫ് കോർഡിനേറ്റർ സലീം ചുങ്കത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.